ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലം സോൾവിങ്ങിനെ പറ്റിയാണ്. സോ എന്താണ് പ്രോബ്ലം സോൾവിങ് എന്ന് നമുക്ക് നോക്കാം. പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു അൺഫെമിലിയർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ, ആ സിറ്റുവേഷനിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെൻ്റൽ പ്രോസസ്സിനാണ് നമ്മൾ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. പിന്നെ പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു ആൻസർ കണ്ടുപിടിക്കുന്നതല്ല. അതായത് നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ എത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്സിനാണ് നമ്മൾ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. അപ്പോൾ എഫക്റ്റീവായിട്ടൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 6 സ്റ്റെപ്സ് ഉണ്ട്. നമുക്ക് ആ 6 സ്റ്റെപ്സ് നമുക്കൊരു സിനാരിയോ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു സിനാരിയോ പറയുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ വണ്ടീനെ കൊണ്ട് മെക്കാനിക്കിൻ്റെ അടുത്ത് സർവീസിന് കൊണ്ടുപോയി. അപ്പോൾ മെക്കാനിക്ക് പറഞ്ഞു 25,000 റുപ്പീസ് ബില്ല് വരുമെന്ന്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ കയ്യിൽ 25,000 റുപ്പീസ് ഇപ്പോൾ അറേഞ്ച് ചെയ്യാൻ പൈസ ഇല്ല, പിന്നെ നിങ്ങളുടെ സാലറി വന്നിട്ടില്ല, നിങ്ങളുടെ സേവിങ്സും കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും എഫക്റ്റീവ്ലി ഈ പ്രോബ്ലമിനെ ഡീൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ സ്റ്റെപ്സ് ഈ സിനാരിയോയിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ റിയൽ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക. അതായത് ഇവിടെ റിയൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടി കേടായതല്ല, അതായത് നമ്മുടെ കയ്യിൽ 25,000 റുപ്പീസ് ഇപ്പോൾ കറൻ്റ്ലി അറേഞ്ച് ചെയ്യാനില്ലെന്നാണ് ഇവിടെ റിയൽ പ്രോബ്ലം. നമ്മുടെ ഇമോഷൻസൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ശരിക്കുള്ള പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സ് ഒന്ന് അനലൈസ് ചെയ്തെടുക്കുക. അതായത് എൻ്റെ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ സാലറി എത്ര വരാനുണ്ട്, എപ്പോൾ വരും, അല്ലെങ്കിൽ കറൻ്റ്ലി സേവിങ്സ് എത്ര നിൽക്കുന്നുണ്ട് കയ്യിൽ, 25,000 റുപ്പീസ് എടുക്കാൻ പറ്റിയ സേവിങ്സ് കിടക്കുന്നുണ്ടോ, അതൊക്കെ നോക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ EMIs കറൻ്റ്ലി റൺ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ തൽക്കാലം ഈ വണ്ടി റിപ്പയർ ചെയ്യാതെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുമോ, ഇങ്ങനത്തെ ഫാക്ടേഴ്സ് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് അനലൈസ് ചെയ്തൊന്ന് എടുക്കുക. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയാണ് കിടക്കുന്നതെന്ന്. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് വെച്ചിട്ട് വേണം നമ്മൾ 3ാമത്തെ സ്റ്റെപ്പിൽ മൂവ് ചെയ്യാൻ. അതായത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യണം. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഒരു അച്ചീവബിൾ ആയിട്ടൊരു ഗോൾ വേണം അതിൽ സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് 25,000 റുപ്പീസ് വിത്തിൻ 2 വീക്സ് വിത്തൗട്ട് ലോങ് ടൈം ഡെപ്റ്റിൽ പോവാതെ എനിക്ക് അറേഞ്ച് ചെയ്യണമെന്നാണ് ഇവിടെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നത്. ഈ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 4th സ്റ്റെപ്പിൽ മൂവ് ചെയ്യുക. 4th സ്റ്റെപ്പാണ് നമ്മൾ ഈ ഗോളിൽ എത്താൻ വേണ്ടി എന്തൊക്കെ സ്റ്റെപ്സ് നമുക്ക് എടുക്കാൻ പറ്റും, അതായത് എന്തൊക്കെ രീതിയിൽ നമുക്ക് ഈ 3rd സ്റ്റെപ്പിൽ പോകാൻ പറ്റുമെന്ന് നമ്മളിങ്ങനെ നോക്കാം. അതായത് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സ്റ്റെപ്സ് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ കയ്യിൽ സേവിങ്സ് മൊത്തം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മെക്കാനിക്കിനോട് ഇത് EMI ആക്കി മാറ്റി തരാൻ പറ്റുമോ എന്നൊന്ന് ചോദിക്കാം, അല്ലെങ്കിൽ തൽക്കാലം ഇത് റിപ്പയർ ചെയ്യാതെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഐഡിയാസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കുക. ഇവിടെ ക്വാളിറ്റി അല്ല മാറ്റർ ചെയ്യുന്നത്, ക്വാണ്ടിറ്റിയാണ്. അതായത് എത്രയൊക്കെ രീതിയിൽ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും, ആ എല്ലാ ഐഡിയാസ് നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുന്ന പോലെ ജനറേറ്റ് ചെയ്തെടുക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 5th സ്റ്റെപ്പിൽ പോകുന്നത്. അതായത് ഈ ജനറേറ്റ് ചെയ്ത ഐഡിയാസിന് നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട്, നമുക്ക് പ്രാക്ടിക്കലായിട്ട്, നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതല്ല കേട്ടോ, നമുക്ക് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് നോക്കുക. എന്നിട്ട് അനലൈസ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സിനാരിയോ വെച്ച് നോക്കുകയാണെങ്കിൽ, മെക്കാനിക്കിനെ വിളിച്ചു ചോദിച്ചപ്പോൾ മെക്കാനിക്ക് പറഞ്ഞു EMI ആയിട്ട് അടച്ചാൽ മതി, ഈ മാസം 10,000 റുപ്പീസ് അടച്ചോ, ബാക്കി പിന്നെ അടുത്ത മാസം അടച്ചാൽ മതിയെന്ന്. പിന്നെ നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ വീട്ടിലൊരു യൂസ് ചെയ്യാത്ത ടാബ്ലറ്റ് ഉണ്ടെന്ന്. അപ്പോൾ അത് സെല് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. അത് സെല് ചെയ്താൽ 5,000 റുപ്പീസ് കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പോൾ അത് സെല് ചെയ്യാൻ തീരുമാനിച്ചിട്ടു. ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഇംപ്ലിമെൻറ്റേഷൻ ആണ് 6ാമത്തെ സ്റ്റെപ്പ്. നമ്മൾ അടുത്ത സ്റ്റെപ്പിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ സെലക്ട് ചെയ്തെടുത്ത കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇവിടെയാണ് ആൾക്കാർ യൂഷ്വലി ഫെയിൽ ആവാറ്. ബിക്കോസ് ദേ ഓവർ തിങ്ക് അബൌട്ട് ഇറ്റ്. അതായത് ഇത് പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യും, ഇത് ചെയ്താൽ ശരിയാവുമോ എന്ന് വെച്ച് ഇത് പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ 6ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഓവർ തിങ്ക് ഒന്നും ചെയ്യാതെ എന്താ ചെയ്യുക, ഡയറക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് നോക്കാം. അതായത് ഫസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, സിറ്റുവേഷൻ എന്താ, അതായത് ഈ പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്താണെന്നൊന്നും ആലോചിച്ചെടുക്കുക.
അത് കഴിഞ്ഞിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഗോളിൽ എത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാൻ പറ്റുമോ അതെല്ലാം ബ്രെയിൻ സ്റ്റോം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബ്രെയിൻ സ്റ്റോം ചെയ്ത സാധനത്തിന് നമുക്ക് ഏറ്റവും എഫക്റ്റീവും പ്രാക്ടിക്കലും ഏതൊക്കെ ഓപ്ഷൻസോ അതൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക, എന്നിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ശരിക്കും ഒരു പ്രോബ്ലമിനെ എഫക്റ്റീവ്ലി ഡീൽ ചെയ്തെടുക്കാൻ. പിന്നെ നമുക്ക് ബാരിയേഴ്സ് നോക്കാം. എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്തത് എഫക്റ്റീവായിട്ടെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ബാരിയറാണ് നമുക്ക് അൺസർട്ടൈൻ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ, അതായത് നമുക്ക് പ്രഡിക്റ്റബിൾ അല്ലാത്ത സിറ്റുവേഷൻസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരുടെ കയ്യിൽ നിന്ന് എത്ര പൈസ തിരിച്ച് കിട്ടാനുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്കത് അൺസർട്ടൈൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ അതൊരു ബാരിയറായിട്ട് കിടക്കും. പിന്നെ വേറൊരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്ത സിറ്റുവേഷൻസ് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ അബ്രോഡിൽ പഠിക്കാൻ പോയി, അപ്പോൾ ന്യൂസിൽ നിങ്ങൾ കാണാൻ നിങ്ങളുടെ ഹോം ടൗണിൻ്റെ അവിടെ ഒരു ഫ്ലഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിന് നമ്മുടെ കയ്യിലൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനും ഒരു ബാരിയറായിട്ട് കിടക്കും. പിന്നെ ഭയങ്കര പേടിയോ ആങ്സൈറ്റിയോ വരുമ്പോഴും അതൊരു ബാരിയറായിട്ട് കിടക്കും. അതായത് ഈ ഫിയറും ആങ്സൈറ്റിയും വന്നാൽ നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഒന്നും നടക്കില്ല, അവിടെ ഷട്ട് ഡൗൺ ആവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കോമ്പറ്റീറ്ററിനെ കണ്ടിട്ട് നിങ്ങൾക്ക് പേടി വരാൻ തുടങ്ങി. ഇയാളെ എനിക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ആങ്സൈറ്റി, ഒരു പേടി വരാൻ തുടങ്ങി. അപ്പോൾ ഈ പേടി കാരണം അയാളെ കോമ്പീറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജിക്കൽ തിങ്കിങ് ഒന്നും നടക്കില്ല, നിങ്ങൾക്ക് അവിടെ സ്റ്റക്കാവും. അപ്പോൾ ഇതും ഒരു ബാരിയറാണ്, ഈ ഫിയറും ആങ്സൈറ്റിയും. പിന്നെ ആൾക്കാരെന്ത് വിചാരിക്കും, ഫിയർ ഓഫ് സോഷ്യൽ ജഡ്ജ്മെൻറ്റ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ്, അതായത് മാരീഡ് റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഡിവോഴ്സ് കൊടുത്തിട്ട് മൂവ് ചെയ്യാനുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ഡിവോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നൊരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ടോക്സിക് റിലേഷൻഷിപ്പിന് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ പാസ്റ്റിൽ നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് സെയിം എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഡിവോഴ്സ് കൊടുത്തിട്ട് ഇറങ്ങിയിട്ട് ഇനി ഫ്യൂച്ചറിൽ വേറൊരു പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുകയാണെങ്കിലും ഈ പാസ്റ്റിൽ നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഉള്ള കാരണം നിങ്ങൾക്കത് പറ്റില്ല. പിന്നെ കൺഫർമേഷൻ ബയാസ്, അതായത് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് നമ്മൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള ഇൻഫർമേഷൻസ് നെഗ്ലക്റ്റ് ചെയ്ത് കളയും. അതായത് നമുക്കൊരു ബിലീഫ് ഉണ്ട്, ആ ബിലീഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് മാത്രം കളക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഫ്രണ്ട്സിന് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഇന്ന് ഫ്രണ്ട്സ് എനിക്ക് പൈസ തിരിച്ചു തരാൻ പോകണില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഫ്രണ്ട്സിന് വിളിക്കാതെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പൈസ തിരിച്ചു ചോദിക്കും. അപ്പോൾ ഈ ഫ്രണ്ട്സ് നിങ്ങൾ വിളിച്ചില്ല, അപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ തിരിച്ച് കിട്ടാനും പോകണില്ല. അതാണ് കൺഫർമേഷൻ ബയസ്. പിന്നെ ഭയങ്കര പെർഫെക്ഷനിസം ഉള്ള ആൾക്കാർക്കും പ്രോബ്ലം സോൾവിങ് ഒരു ബാരിയറായിട്ട് വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്റ്റുഡൻറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, എക്സാം വരുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു പെർഫെക്റ്റ് ടൈം ടേബിൾ ഉണ്ടാക്കാം. അപ്പോൾ ഈ പെർഫെക്റ്റ് ടൈം ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയും പെർഫെക്റ്റ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി നിൽക്കും. അപ്പോൾ അങ്ങനെ ടൈം ഇങ്ങനെ വെറുതെ വേസ്റ്റായി പോയി ലാസ്റ്റിൽ എക്സാം വരും, ഈ പെർഫെക്റ്റ് സാധനം കണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഭയങ്കര പെർഫെക്ഷനിസം ഉള്ള ആൾക്കാർക്കും പ്രോബ്ലം സോൾവിങ് നടക്കില്ല. പിന്നെ ഭയങ്കര ഇമ്പൾസീവായിട്ട് ഡിസിഷൻസ് എടുക്കുന്ന ആൾക്കാർ, ഇതാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹസ്ബൻഡും വൈഫും അടി ഉണ്ടാക്കി ഇങ്ങനെ മാറി നിൽക്കുക രണ്ടുപേര്. അപ്പോഴത്തേക്ക് ഒരു ഫ്രണ്ട് ചാടി വന്നിട്ട് പറയാം, നിങ്ങൾ എന്തിനാണ് അടി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ പിടിച്ചിട്ട് അടുത്ത് വെക്കും. അപ്പോൾ എന്താവും, വീണ്ടും അടി തുടങ്ങും. അപ്പോൾ അങ്ങനെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഓരോരോ ഡിസിഷൻസിൽ ചാടാതിരിക്കുക. പിന്നെ ഭയങ്കര ലോ സെൽഫ് എഫിക്കസി ഉള്ള ആൾക്കാർക്ക്, അതായത് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്, ഒരു ജോബിൽ കയറണമെന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഭയങ്കര ലോ സെൽഫ് എഫിക്കസി ആണ്. അതായത് ജോബ് അപ്ലിക്കേഷന് അപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ പറയാം, ഇതിന് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് എന്തായാലും കിട്ടാൻ പോകണില്ലല്ലോ, ഇത്ര സീറ്റല്ലേ ഉള്ളൂ, എത്ര ആൾക്കാരുണ്ട്, എനിക്ക് എന്തായാലും കിട്ടാൻ പോകണില്ല. അപ്പോൾ ഇങ്ങനെ ലോ സെൽഫ് എഫിക്കസി ഉള്ള ആൾക്കാർക്കും അതൊരു ബാരിയറായിട്ട് കിടക്കും.